സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്ന സാഹചര്യമാണുള്ളത്. 541 പേർക്ക് കൂടി സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രാജ്യത്താകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 640 ആണ്. അതിൽ 541 സംസ്ഥാനത്ത് നിന്നുള്ളതാണ്. അതിൽ ഒരു മരണം കൂടി സംസ്ഥാനത്ത് നിന്ന് കോവിഡ് മൂലം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതോടെ ഈ മാസം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 15ആയി ഉയർന്നിരിക്കുകയാണ്. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായൊരു വർധനയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് 2000 കടന്നു എന്നാണെങ്കിൽ ഇപ്പോൾ അത് 2600 കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം രോഗബാധിതർ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ആരോഗ്യവകുപ്പ് ചേർന്ന അവലോകന യോഗത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും അതീവ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. സമാനമായ സാഹചര്യം തുടരുകയാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തും രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, മെയ് 8-ന് ശേഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന ദിവസം കൂടിയാണ്. അതായത് ഓരോ ദിവസം കഴിയുന്തോറും ആ കണക്കിൽ പഴയ രീതിയിലേക്ക് കോവിഡ് കാലത്തേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, പ്രായമായവരുടെയും മറ്റ് ഗുരുതര രോഗങ്ങൾ ഉള്ളവരുടെയും കാര്യത്തിൽ അതീവ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രികളിൽ പനിയും മറ്റ് രോഗലക്ഷണങ്ങളുമായി എത്തുന്നവർ കർശനമായി കോവിഡ് പരിശോധന നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുന്നു. ഒപ്പം ആശുപത്രികൾ മാസ്ക് നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്. ക്രിസ്മസ് കാലമാണ്, ഒപ്പം പുതുവത്സര ആഘോഷങ്ങളുടെ കാലമാണ്. ആ സമയത്ത് രോഗവ്യാപനം വലിയ തോതിൽ ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പല രീതിയിലും പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് അതീവ ജാഗ്രത വേണം. ആഘോഷങ്ങളിലും കൃത്യമായി ഈ കോവിഡിനെ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ കോവിഡ് വ്യാപനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകുകയാണ്. എന്തായാലും ദിനം പ്രതി പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വലിയൊരു വർധന ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്.